പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഈ വചന കേൾവിയിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ, ധൈര്യപ്പെടുത്തുമാറാകട്ടെ. ഏതുദ്ദേശത്തോടെ സ്വർഗത്തിൽ നിന്ന് ഈ വചനം അയച്ചോ അതതിൻ്റെ കാര്യം നിർവഹിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അവിടെ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല രോഗങ്ങൾ നമുക്ക് വരാറുണ്ട്. പലതും സൗഖ്യമാകുന്നു. ചില ആളുകൾ രോഗത്താൽ മരണപ്പെടുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ലോകത്തിൽ ഒരു ദൈവത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും രോഗഭയത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ അനുവദിക്കുന്നില്ല. പിശാചിൻ്റെ തന്ത്രമാണ് ഭയം. മരണത്തെ ഒരു ദൈവത്തിൽ ഭയപ്പെടുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണഭയം പോലെ ഒരു ഭയമാണ് രോഗഭയം. ചില ആളുകൾ ഭയപ്പെടുന്നു. ഇത് മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിരന്തരമായി നിങ്ങളെ പല രോഗങ്ങൾ അലട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു ഭയത്തിലേക്ക് അത് നിങ്ങളെ നയിക്കരുത്. ഒരു സൗഖ്യത്തിലേക്ക് ഈ വചന ശുശ്രൂഷ നിങ്ങളെ നയിക്കാൻ പോവുകയാണ്. സൗഖ്യത്തിലേക്ക്. നമ്മെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മെ തൻ്റെ വിരലുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൈവേലയാണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ. 2, നമ്മെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവിടെ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിനുള്ളതാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചു. നമ്മളെ ദൈവം പാപത്തിൽ നിന്നും മോചിപ്പിച്ചു. നമ്മെ വിലയ്ക്ക് വാങ്ങി. അവിടുത്തെ പുത്രൻ്റെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങി. ഈ ഒരു വെളിപ്പാട് നമ്മളെ ഭരിക്കണം. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. അയ്യോ, എൻ്റെ ശരീരത്തിനകത്ത് രോഗങ്ങൾ കാണുമായിരിക്കും, അത് എന്നെ മരണത്തിലേക്ക് നയിക്കുമായിരിക്കും എന്ന് ഭയപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ, മറ്റുള്ളവരോട് സംസാരിക്കാതെ, പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ തോറും നിൻ്റെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം ആ സകല ഭയത്തെയും പുറത്താക്കാൻ പോവുകയാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുക. ഈ കേൾക്കാൻ പോകുന്ന വചനം ഏറ്റെടുക്കുക. നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഉടനീളം നാം വായിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. സൗഖ്യം, രോഗശാന്തി നമ്മുടെ അവകാശമാണ്. എല്ലാ സംശയങ്ങളും ഈ പ്രാരംഭ സമയം നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റുക. സംശയങ്ങളുണ്ടോ? ഞാൻ സൗഖ്യമാകത്തില്ല, രോഗശാന്തി ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ മാറ്റുക. വിശ്വസിക്കണം, വചനം വിശ്വസിക്കണം. ദൈവവചനം, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ച് ഗ്രഹിച്ച് അതിനാമേൻ പറഞ്ഞ് മുൻപോട്ട് പോവുക. എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് രോഗങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്ത് കാണുമായിരിക്കാം, അത് നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവ് കേൾക്കാൻ പോകുന്ന വചനം വെറുതെ ആയിരക്കണക്കിന് മെസ്സേജ് കേൾക്കുന്ന കൂട്ടത്തിലൊരു മെസ്സേജായി ഇത് മാറാതെ ഒരു സൗഖ്യത്തിലേക്ക്, ഒരു റിസൾട്ടിലേക്ക് ഈ മെസ്സേജ് മാറാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ മെസ്സേജിലേക്ക് പ്രവേശിക്കാൻ പോവാം. വലിയ ദൈവമഹത്വം ഇന്നത്തെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ പോവാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് അടിയൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ച ഈ വചനത്തെ ഇത് ശ്രദ്ധിക്കുന്ന, ശ്വാസത്തോടെ ശ്രദ്ധിക്കുന്ന, താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളിലേക്ക് ഇത് അയക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ഈ വചനത്തിലൂടെ അങ്ങ് അയച്ച കാര്യത്തെ സാധിപ്പിക്കണമേ. അത് സൗഖ്യമാണല്ലോ. ഏതെങ്കിലും രോഗഭയം ഏതെങ്കിലും വ്യക്തിയെ അലട്ടുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥതകൾ അലട്ടുന്നുണ്ടെങ്കിൽ, സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കും. എല്ലാ തടസ്സങ്ങളെയും ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ അവിശ്വാസത്തെ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ സംശയങ്ങളെയും ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ആധാരമായി നമ്മൾ വായിക്കുന്നു 103 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യമാണ്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും
സൗഖ്യമാക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, സഹോദര സഹോദരി, സർവശക്തനായ ദൈവം നിൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. ഒന്നാമത് ദൈവം ചെയ്യുന്ന കാര്യം അകൃത്യം മോചിക്കുന്നു. മനുഷ്യൻ്റെ പാപം കടും ചുമപ്പാണ്, രക്താംബരം പോലെ ചുമപ്പാണ്. പക്ഷെ അത് ഹിമം പോലെയാക്കും, മഞ്ഞുപോലെയാക്കും, അത് പഞ്ഞി പോലെ വെളുപ്പാക്കും. അത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാൽവരി കുരിശിൽ യേശു ക്രിസ്തു തൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് നമ്മുടെ അകൃത്യം മോചിക്കാനാണ്, പാപം മോചിക്കാനാണ്, ലംഘനം മോചിക്കാനാണ്, നമ്മെ ദൈവത്തോട് നിരപ്പിക്കാനാണ്. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഭാഗം അവിടെ ക്ലിയറായി. നിൻ്റെ അകൃത്യമൊക്കെ അവൻ മോചിക്കുന്നു. നീ ഒരു പാപഭാരത്തിൽ ഇനി ജീവിക്കേണ്ട, സംശയത്തിൽ ഇനി ജീവിക്കേണ്ട, ശുദ്ധീകരണത്തിൽ ജീവിക്കുക, നീതിബോധത്തിൽ നീ ജീവിക്കുക. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. വാതുറന്ന് വിളിച്ച് പറഞ്ഞേ, എൻ്റെ ദൈവം, ഒച്ചത്തിൽ പറ, എൻ്റെ ദൈവം എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. 2, നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യം. നിൻ്റെ പാപം ദൈവം മോചിപ്പിച്ച് തന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്തതും കൂടെ വിശ്വസിക്കുക. നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഡിവൈൻ ഹീലിംഗ് നിങ്ങളുടെ ശരീരത്തിനകത്ത് സംഭവിക്കുക. സകല ഭയങ്ങളും കർത്താവ് എടുത്തു മാറ്റുക. നീ രോഗിയായി മരിച്ചു പോകുമെന്നുള്ളൊരു ഭയം നിന്നെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിയ ഭയം ഈ വചനത്താൽ നീങ്ങിപ്പോകട്ടെ. അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. മുഴുവൻ രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കാൻ കരുത്തുള്ളവനാണ്. പ്രിയരെ, രോഗശാന്തി എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. കർത്താവ് നമ്മെ സൗഖ്യമായി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മിടുക്കുകൊണ്ടോ ക്വാളിറ്റി കൊണ്ടോ കഴിക്കുന്ന മരുന്നിൻ്റെ കെൽപ്പ് കൊണ്ടോ ഒന്നും നമ്മൾ ജീവിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. രോഗശാന്തിയെക്കുറിച്ച്, രോഗങ്ങൾ സൗഖ്യമാകുന്നതിനെക്കുറിച്ച് വചനം പറയുന്നു. അതാ ഇവിടെ ആദ്യം വായിച്ചത്. ദൈവം നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുക. എങ്ങനെയാണ് രോഗം സൗഖ്യമാകുന്നത്? ദൈവവചനപ്രകാരമുള്ള രോഗശാന്തിക്കുള്ള വഴികൾ എന്തൊക്കെയാണ്? രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയാണ് രോഗശാന്തി. അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യമാകും. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്, അറിയത്തില്ല. പക്ഷെ ഞാൻ എന്തു ചെയ്യും? അതിനുള്ള മറുപടിയായി സന്ദേശം. ഒന്നാമത്തെ കാര്യം യേശുവിൽ വിശ്വസിക്കുക. സൗഖ്യമാക്കുന്ന കർത്താവിൽ വിശ്വസിക്കണം. വിശ്വാസമാണ് ഈ രോഗശാന്തിയുടെ ആധാരം. വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. യാക്കോബിൻ്റെ ലേഖനം 5:14-15 വാക്യങ്ങൾ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അടുത്തത്, എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അടുത്തത്, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. സഹോദര സഹോദരി, ഒന്നാമത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുടെ കൂടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് ദീനക്കാരനെയും രക്ഷിക്കുന്നവനാണ് ദൈവം. അനേക പ്രയർ റിക്വസ്റ്റുകൾ രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ അയച്ചിട്ടുണ്ട്. കമൻറ്റുകളായി എഴുതപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ രോഗത്തിന് ദൈവസൗഖ്യം തരുമെന്ന് വിശ്വസിക്കുക. ദീനക്കാരനെ രക്ഷിക്കുന്നത് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് ദീനക്കാരനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. രോഗക്കിടക്കയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇനി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഞാൻ ഈ വചനം വിളിച്ചു പറയുന്നു, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഇതൊരു മാനുഷിക വചനമല്ല, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. യേശു എവിടെയൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം
വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതം ചെയ്തത്. നമുക്കറിയാം 12 വർഷം രക്തസ്രാവക്കാരിയായ ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരിക. അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്. എല്ലാവരും അവളെ തള്ളി, മെഡിക്കൽ സയൻസ് തള്ളി, വൈദ്യന്മാർ തള്ളി, കയ്യിലെ പണമെല്ലാം തീർന്നു. ഇനി വൈദ്യന്മാർ അടുത്ത് പോകാൻ ഒരു ചില്ലിക്കാശ് പോലുമില്ല. അതുകൊണ്ട് മാർക്കോസ് ഒരു സുവിശേഷം 5:27 വായിക്കുക. അവൾ, ഒരു സ്ത്രീ, യേശുവിൻ്റെ വർത്തമാനം കേട്ടു. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ, വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അടുത്തത്, അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൻ്റെ പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. നോക്കിക്കേ, വിശ്വാസമാണ്. അവൾ വാ തുറന്ന് പറയാം, ഞാൻ തൊടും, ഞാൻ ചെല്ലും, ഞാൻ തൊടും. സമൂഹം എന്നെ അംഗീകരിക്കുന്നില്ല, വ്യക്തികൾ എന്നെ ആരും, പക്ഷേ ഐ ഡോണ്ട് കെയർ, ഞാൻ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊടും, എനിക്ക് സൗഖ്യം. അവളുടെ വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്. 12 വർഷത്തെ ആ രോഗക്കെട്ട് വിശ്വാസത്താൽ നീങ്ങിപ്പോയി. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വാസം രോഗശമനം കൊണ്ടുവരും. വിശ്വാസം രോഗഭയത്തിൽ നിന്ന് വിടുവിക്കും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗശാന്തി കൊണ്ടുവരും. വിശ്വാസം എന്ന് പറയുമ്പോൾ, ഫെയ്ത്ത് ഇൻ ജീസസ് എന്ന് പറയുമ്പോൾ, യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ 2 തലത്തിലാണ്. ഒന്ന്, നാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന നമുക്ക് സൗഖ്യം കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവർ സൗഖ്യപ്പെടും. മർക്കോസ് 16:17 വായിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. അത് കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വരവാണ്. മർക്കോസ് 16:17 വായിച്ചത്. 18-ാം വാക്യത്തിൽ വായിക്കുന്നു, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കണ്ടോ, രോഗി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ സൗഖ്യം വരും. അതാ പറയുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. നമ്മൾ മാർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 പേര് ഒരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് മേൽക്കൂര പൊളിച്ചു വന്ന് കർത്താവിൻ്റെ അടുക്കൽ ഇറക്കിക്കൊണ്ട് വന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുക, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നവരുടെ വിശ്വാസം 2 രീതിയിൽ വിശ്വാസം എഫക്റ്റ് ചെയ്യും. രോഗി പ്രാർത്ഥിച്ചാൽ വിശ്വസിക്കുന്നുവെങ്കിൽ സൗഖ്യമുണ്ടാവും. നാം രോഗികൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ സൗഖ്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മറന്നു പോകരുത്, എഴുതി വെക്കുക, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗസൗഖ്യം ഉണ്ടാവും. ഇന്ന് നീ വിശ്വസിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗഭയത്തെ പുറത്താക്കി പ്രാർത്ഥിക്കുക. അത്ഭുത രോഗശാന്തി നാഡീഞരമ്പുകളിൽ, അസ്ഥിമജ്ജകളിൽ, രക്തധമനികളിൽ വ്യാപരിക്കട്ടെ. ഈ വചനം സൗഖ്യമാക്കുന്ന വചനമാണ്. 2, ആത്മീയ ആരാധന, അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആരാധന നമ്മുടെ ജീവിതത്തിനുണ്ടെങ്കിൽ രോഗങ്ങൾ നമ്മളെ വിട്ടുമാറും. അഭിഷേകത്തിൻ്റെ നിറവിലുള്ള ആരാധന, അത് നിങ്ങളുടെ ചർച്ചകളിലായിരിക്കാം, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കാം, എന്തുമായിക്കോട്ടെ, ആത്മനിറവിലുള്ള ആരാധന വെളിപ്പെടുമ്പോൾ രോഗങ്ങൾ അഴിയും. അഭിഷേകത്തിൻ്റെ പുഷ്ടി വെളിപ്പെടുമ്പോൾ രോഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. യെശയ്യാ പ്രവാചകൻ 10:27, അന്നാളിൽ അവൻ്റെ ചുമട് നിൻ്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോവും, പുഷ്ടി നിമിത്തം മുഖം തകർന്നു. അനോയിൻറ്റിങ് ഷാൽ ബ്രേക്ക് ദ യോക്ക്. രോഗത്തിൻ്റെ കെട്ട്, നോഗത്തിൻ്റെ ബന്ധനം പിശാച് കൊണ്ട് വെച്ചിരിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ പുഷ്ടി നിൻ്റെ ശരീരത്തിൽ വെളിപ്പെടണം. പൗലോസ് അഭിഷേകത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെ, 2 കൊരിന്ത്യർ ലേഖനം 4:7, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക, അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അത് ഞങ്ങൾക്ക് പകർന്നിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്, ഞങ്ങളുടെ ഈ ശരീരത്തിലാണ് പകർന്നിരിക്കുന്നത്. ആത്മനിറവിലുള്ള ആരാധന
നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടുമ്പോൾ അഭിഷേകത്തിൻ്റെ നിറവിൽ പരിസരം മറന്നുകൊണ്ട് അന്യഭാഷകളിൽ കരങ്ങളടിച്ച് ശക്തിയോടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ചെറിയ കാര്യമല്ല, രോഗങ്ങൾ അഴിയും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ഭയങ്ങൾ വിട്ടുമാറും. അത് അനുഭവമുള്ളവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ആത്മനിറവിലുള്ള ആരാധന വെളിപ്പെടുമ്പോൾ ഭയങ്ങൾ, അലസതകൾ, നിരാശകൾ, ഭാരങ്ങളെല്ലാം ഇറങ്ങിപ്പോവും. കാരണം പുഷ്ടി വെളിപ്പെടുക. നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ട്, ഭാരമുണ്ട്, നിരാശയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന ദൈവശക്തി വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം ആവശ്യമില്ലാത്തതിൽ അഴിഞ്ഞു മാറുക, പുഷ്ടി വെളിപ്പെടുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മീയ ആരാധനയ്ക്ക് പോകാൻ നിങ്ങൾ മടിപിടിച്ചിരിക്കരുത്. ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവശക്തി രോഗസൗഖ്യങ്ങളെ വിളിച്ചു വരുത്തും. ആമേൻ. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുക, അവരാരാധിക്കുക. അവരുടെ കൈ ചങ്ങലയില, കാല് ചങ്ങലയില, ആമത്തിലാണ്, അടിയേറ്റ് പരിക്കേറ്റിരിക്കുകയാണ്. പക്ഷേ അവർ 12 മണിക്ക് അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? തടവുകാർ ശ്രദ്ധിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16:25-26 വാക്യങ്ങൾ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിൽ ഒക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണെന്ന് എന്ന് പറഞ്ഞാൽ, ഭക്തന്മാർ പാടി ആരാധിച്ചപ്പോൾ ദൃശ്യമായ വിടുതൽ അവിടെ സംഭവിച്ചു. ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. ആരാധന വെളിപ്പെടുമ്പോൾ ചങ്ങല പൊട്ടും, ചങ്ങലകൾ അഴിയും. നീ ആരാധിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിൻ്റെ ചങ്ങല അഴിയും. വിശ്വസിക്കുക. മാതാവേ പിതാവേ ആത്മനിറവിൽ കുഞ്ഞുങ്ങളുടെ വിഷയം വെച്ച് ആത്മനിറവിലെന്ന് ആരാധിച്ച് നോക്കി, അഴിയേണ്ടതെല്ലാം അഴിയും, പൊട്ടേണ്ടതെല്ലാം പൊട്ടും. അത് അഭിഷേകത്തിൻ്റെ നിറവിലുള്ള ആരാധനയുടെ പ്രത്യേകത. ആത്മനിറവിലുള്ള ആരാധനയിൽ രോഗങ്ങൾ സൗഖ്യമാകും. ആമേൻ. പൗലോസിൻ ഒരിക്കൽ മെലിത്താ ദ്വീപ് കാലുകുത്തിയപ്പോൾ സംഭവിച്ചൊരു കാര്യം. അവിടുത്തെ ബർബരന്മാർ അസാധാരണമായ ദയയാണ് മഴയും ശീതവും നിമിത്തം അവരെ കാണിച്ചത്. ഒരു തീ കൂട്ടി. ബർബരന്മാർ ആ ദ്വീപിലുള്ള മെലിത്തയിലെ മാൾട്ട എന്ന് പറയും, ഇന്നത്തെ മാൾട്ട, ആ ദ്വീപിലുള്ള ബർബരന്മാർ തീ കൂട്ടി അവരെ കൈക്കൊണ്ടു. ഭയങ്കര മഴയും തണുപ്പുമാണ്. അപ്പോസ്തലപ്രവൃത്തി 28:1 മുതൽ. അപ്പോൾ പൗലോസ് കുറേ വിറകു പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ഇതെന്തിനാണ് ഈ ഭാഗങ്ങളൊക്കെ തിരുവചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്? ഇതിനകത്തൊക്കെയുള്ള ആത്മീക മർമ്മങ്ങളെ നമുക്ക് പരിശുദ്ധമായി വെളിപ്പെടുത്തുക. പൗലോസ് വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ തണുപ്പ് നിമിത്തം മറഞ്ഞു കിടന്ന അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. അവൻ്റെ കയ്യെ കയറി പിടിച്ചു. ബാക്കിയുള്ളവൻ്റെ ഒന്നും കൈക്ക് പറ്റിയില്ല. 275 പേര് വേറെയുണ്ട്, അവരെ ഒന്നും തൊട്ടില്ല. പൗലോസിനെ കയറി പിടിച്ചു. 4-ാം വാക്യത്തിൽ, ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവനോ, ചുറ്റുപാടുള്ളവരെല്ലാം പറഞ്ഞു, അവനിപ്പം ചത്തു വീഴുമെന്ന് പറഞ്ഞു. അവർ കാത്തിരിക്കുക, വീർക്കും, ചത്തു വീഴും. കാരണം അണലി കടിച്ചാൽ വീർക്കും, പെട്ടെന്ന് ചാകും. പക്ഷേ അടുത്ത വാക്യം, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അതിനൊരാത്മീയ അർത്ഥമുണ്ട്. നീ അഭിഷേകത്തിൽ നിന്നാൽ നിൻ്റെ കൈക്ക് കയറി പറ്റുന്നത് നീ അഭിഷേകത്തിനകത്ത് കുടച്ചു കളയണം. ആരാധനയ്ക്കകത്ത്, തീക്കകത്ത് കുടഞ്ഞു കളയണം. അടുത്ത വാക്യം, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ എന്ന് വെച്ച് അവർ കാത്തു നിന്ന്, വളരെ നേരം കാത്തു നിന്നിട്ട് അവനോ ആപത്തൊന്നും ഭവിക്കുന്നില്ലെന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. നോക്കിക്കേ, തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ആത്മീയ ആരാധന നടക്കുമ്പോൾ നിൻ്റെ ശരീരത്തെ വിരിഞ്ഞു നിറുക്കുന്ന രോഗശക്തികൾ ആത്മാവിൽ നീ കുടഞ്ഞു കളയണം. അതിനുള്ള ശക്തി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള അഭിഷേകം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, താങ്കളോടാണ് ഈ ദൈവത്തിൻ്റെ ദൂത്. രോഗഭയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ കുടഞ്ഞു കളയുക, ആരാധനയിൽ കുടഞ്ഞു കളയുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. അസാധാരണമായ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ശരീരത്തിനകത്തേക്ക് ചലിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു. ആ രോഗക്കെട്ടിനെ യേശുവിൻ്റെ നാമത്തിൽ നീ കുടഞ്ഞു കള.
നീ ചത്തു വീഴും, ചത്തു വീർക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ചുറ്റുപാടും ഉണ്ടെങ്കിൽ അഭിഷേകത്തിനകത്തേക്ക് കുടഞ്ഞുകളാം. ആത്മീയ ആരാധനയിലേക്ക് നീ പ്രവേശിച്ചു കഴിയുമ്പോൾ ആ തീക്കകത്തേക്ക് കുടഞ്ഞുകളാം. അപ്പോൾ 1 ശ്വാസത്തോടെ പ്രാർത്ഥനയാണ്, 2 ആത്മീയ ആരാധനയാണ്, 3 നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഏതൊരു കാര്യത്തിൻ്റെ പിന്നിൽ ഒരു കാരണം മറഞ്ഞു കിടപ്പുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5:15 നമ്മൾ വായിക്കുമ്പം എൻ്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ: അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമുക്ക് ഏതെങ്കിലും വ്യക്തിയോട് ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ ഈ വചനം ഒന്നും ഫലിക്കത്തില്ല കേട്ടോ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയെ ഫലിക്കുന്നത്. മറ്റു മനുഷ്യരെ സ്നേഹിക്കാതെ, മറ്റു ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴ്പ്പെടാതെ, ദൈവവചനം പ്രമാണിക്കാതെ ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വ്യവസ്ഥ പ്രകാരം വിടുതൽ അയക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ പറയുന്നു, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ മാനുഷിക ബന്ധങ്ങൾ സ്റ്റേണാക്കിയിട്ട്, റെഡിയാക്കിയിട്ട്, ക്ലിയറാക്കിയിട്ട് വേണം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് രോഗശാന്തി ഉണ്ടാവും. പല രോഗങ്ങളുടെയും കാരണം മാനസിക പ്രശ്നങ്ങളാണ്. കയ്പ്, പക, പിണക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ രോഗങ്ങൾ വർദ്ധിക്കും, സ്വസ്ഥത കിട്ടത്തില്ല, ഉറക്കം കെടും. ഞാൻ പറയാം, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനത്തോടെ ജീവിക്കാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കും. മദ്യപാനം, പുകവലി, അതുപോലെ ശരീരത്തെ, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും, അത് കാഴ്ചകളാകട്ടെ, കേൾവികളാകട്ടെ, സംസാരങ്ങളാകട്ടെ, പിറുപിറുപ്പാകട്ടെ, ഞരക്കങ്ങളാകട്ടെ, അതൊന്നും വേണ്ട. അത് ഏറ്റുപറ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, കർത്താവേ, ഞാൻ ഇന്ന വ്യക്തിയെക്കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറ. കർത്താവ് ക്ഷമിക്കും കേട്ടോ. ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്, സേവിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ ഒരു ശുദ്ധീകരണം വെളിപ്പെടട്ടെ. ആമേൻ. ഏതെങ്കിലും പാവങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുക. കർത്താവ് സൗഖ്യമാക്കും. സൗഖ്യം വേണ്ടായോ? വിടുതൽ വേണ്ടായോ? രോഗശാന്തി വേണ്ടായോ? ഏറ്റുപറ. ദൈവഹിതമില്ലാത്ത സ്ഥലത്ത് പോയത് ഏറ്റുപറ. 3 പാപമേറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം. സൗഖ്യം ഉണ്ടാവും. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്, മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധം. 4 കാര്യം, സദൃശവാക്യങ്ങൾ 3:5, 6, 7, 8 വാക്യങ്ങൾ. അതിൻ്റെ 7, 8 വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. കണ്ടോ? Then you will have healing for your body and strength for your bones. അസ്ഥിക്കും ഞരമ്പിനും സൗഖ്യം. എപ്പോഴാണ്? നീ നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്, നീ തന്നെ ബുദ്ധിമാനായി തോന്നരുത്. 1. 2, ദൈവത്തെ ഭയപ്പെട്ട് ദോഷം വിട്ട് അകലുമാറണം. സൗഖ്യങ്ങൾക്ക്, അനുഗ്രഹത്തിന്, ദൈവപ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ദോഷങ്ങളും വിട്ട് ദൈവത്തെ ഭയപ്പെടണം. ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടാൻ ആരൊക്കെ തീരുമാനിക്കും? ദോഷം വിട്ടുമാറണം. ദോഷം, നമ്മുടെ ഹൃദയത്തോട് ദോഷം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ദോഷം വിട്ടുമാറിയാൽ സൗഖ്യമാണ്. ആവർത്തിച്ച് പറയുന്നു, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, ദൈവത്തെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവൻ നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാകും. ദോഷം വിട്ടുമാറേണ്ടതിനെ വിട്ടുമാറണം, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം, തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയണം. ദൈവത്തെ ഭയപ്പെടുക. അഹങ്കാരവും നിഗളഭാവവും നമ്മിൽ നിന്ന് അകന്നു മാറിയാൽ സൗഖ്യം വെളിപ്പെടും. 1 വിശ്വാസം, 2 അഭിഷേകം,
3 പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. 4 ദോഷം വിട്ടുമാറുന്നത്. അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. ആമേൻ, 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 ആമേൻ. 4 ദൈവത്തിൻ്റെ വചനമാണ്. യെസ്, പ്രാർത്ഥന, വിശ്വാസം, ആത്മീയാരാധന, പാപം ഏറ്റുപറയുന്നത്, ദോഷം വിട്ടുമാറുന്ന വിശുദ്ധ ജീവിതം എല്ലാം ഉണ്ട്. അവസാനത്തത് വചനം കേട്ടോ. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ സകല ഭയങ്ങളും നിങ്ങളുടെ അകത്തുനിന്നും മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുക. യേശുവിൻ്റെ നാമത്തിൽ. 107 സങ്കീർത്തനത്തിൻ്റെ 20, അവൻ തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് ഈ വചനങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു വചനമയച്ച് സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവം. ഈ വചനങ്ങളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സൗഖ്യമാക്കുക. നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങളിരിക്കുന്ന കിച്ചണിനകത്ത്, നിങ്ങളിരിക്കുന്ന ബെഡ്റൂമിനകത്ത്, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിനകത്ത്, നിൻ്റെ ലിവിങ് റൂമിനകത്ത്, നിൻ്റെ അപ്പാർട്ട്മെൻറ്റിനകത്ത്, ഹല്ലേലൂയ, നീ നിൽക്കുന്ന ജോലി സ്ഥലത്ത് കർത്താവ് അരികത്തുണ്ട് നിന്നെ സൗഖ്യമാക്കാൻ. പുറപ്പാട് പുസ്തകം 15:26. മാറയിലെത്തിയപ്പോൾ അവർക്ക് ആ മാറയെ മധുരമാക്കിയ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു. അവിടെ വായിക്കുന്നു, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ശ്രദ്ധിച്ചോ, ഇസ്രായേൽ ജനത്തോട് പറയാം, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യഹോവ റാഫ. ദൈവത്തിന് പ്രസാദമുള്ളത് നീ ചെയ്ത്, ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, കണ്ടീഷനാത്, ദൈവത്തെ അനുസരിക്കുക, വചനമനുസരിക്കുക, മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇനി വചനം കേൾക്കുന്ന പ്രിയരെ, നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയാകും. രോഗോപശാന്തിയോടുകൂടെ നീതി സൂര്യൻ ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് ഉദിക്കുമെന്ന് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. ആവർത്തനം 7:15 വായിക്കുന്നവൻ്റെ യഹോവ സകല രോഗവും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. സദൃശവാക്യം 4:22 വായിക്കുന്നു, അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദൈവത്തിന് സൗഖ്യവുമായിരിക്കും. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുക്കുക, വചനം ഏറ്റെടുക്കുക. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേട്ട, ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ശബ്ദം കേട്ട സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗഭയങ്ങൾ വിട്ടുമാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. രോഗശാന്തിയുടെ വരം ഇത് കേൾക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയരെ, ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പറയും, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു നിയോഗം നിങ്ങൾക്കിപ്പോൾ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ പോവാം. അപ്പോൾ ആത്മീയ ആരാധനയ്ക്കകത്ത് വിടുതലുണ്ടല്ലോ, പാപം ഏറ്റുപറയുന്നതിനകത്ത് സൗഖ്യമുണ്ടല്ലോ, ദോഷം വിട്ടുമാറുന്നതിനകത്ത്, മാനുഷിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിനകത്ത്, മനുഷ്യരോട് ക്ഷമിക്കുന്നതിനകത്ത് സൗഖ്യമുണ്ടല്ലോ, അങ്ങനെ വചനത്തിനകത്ത് സൗഖ്യമുണ്ടല്ലോ. ഈ വചനത്തിലൂടെ സൗഖ്യം അവിടെ നിന്ന് അയച്ചതിന് നന്ദി പറയുന്നു, വിടുതലയച്ചതിന് നന്ദി പറയുന്നു. രോഗികളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണമേ, രോഗക്കിടക്കയിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കണമേ, സൗഖ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും. നിങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. വചനത്തിൽ ഞങ്ങളെ നിലനിർത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗത്തിലെ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.